കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള വിജിലൻസ് NM വിജയേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അർബൻ ബാങ്കുമായി ഉള്ള നിയമന കോഴ ആരോപിച്ചുകൊണ്ട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പേരിൽ FIR ഇട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് വിജിലൻസ്. ഞാൻ അന്നും ഇന്നും ഒരേ നിലപാടിലാണ്. ഏതൊരു അന്വേഷണവും വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. CPM പാർട്ടി ഇതിൽ രാഷ്ട്രീയം കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം മുന്നിൽ ഉള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള FIR ഇട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറയുണ്ടായി IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഇതിൻ്റെ മുൻപും ഞാൻ പറഞ്ഞു, രാജിവെക്കേണ്ടതായ രീതിയിലുള്ള ശിക്ഷാ നടപടി വന്നു കഴിഞ്ഞാൽ എൻ്റെ പാർട്ടി എന്നോട് പറയും രാജിവെക്കാൻ. പാർട്ടിക്ക് വിധേയനാണ് ഞാൻ. ഇത് രാഷ്ട്രീയം കളിക്കുകയാണ് CPM. കാരണം ഇന്നലെ FIR ഇടുന്നു, ഇന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം നടത്തുന്നു, DYFI എൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. ഇതൊരു ഗൂഢാലോചനയാണ്. യഥാർത്ഥത്തിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറി രാജിവെക്കാൻ പറയേണ്ടിയിരിക്കേണ്ടത് ഓർക്കോളും മന്ത്രിയോടാണ്. കാരണം ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അദ്ദേഹം ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന സൊസൈറ്റി നിരവധി പാവങ്ങളെടുത്ത് നിന്നാണ് ഷെയർ പിരിച്ചിട്ടുള്ളത്. അന്ന് ഇദ്ദേഹം ഡയറക്ടറാണ്. അപ്പോൾ ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ള ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ആക്ഷൻ കമ്മിറ്റി, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകളേറ്റ് സമരങ്ങൾ നടക്കുക. അതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് CPM ഈ രാഷ്ട്രീയ പൊറോട്ട നാടകം ഇന്ന് ജില്ലയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. എൻ്റെ ഓഫീസിലോട്ട് മാർച്ച് നടത്തുന്നു. ചെറിയ സംഭവം ഉണ്ടാകുമ്പോൾ ഊതി വീർപ്പിച്ച് വലിയ സംഭവമാക്കി മാറ്റി നിരവധി സമരമാണ്, മാർച്ചാണ് എൻ്റെ ഓഫീസിലോട്ട് നടത്തിയത്. എൻ്റെ ഓഫീസ് ഗവൺമെൻറ്റിൻ്റെ ഓഫീസല്ല. ഞാൻ സ്വന്തം വാടകയ്ക്കെടുത്ത് പൊതുജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തൊരു കാഴ്ചപ്പാടോടുകൂടി പാവങ്ങൾക്ക് അവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടുന്നതിന് വേണ്ടി ഒക്കെ സൗകര്യാർത്ഥം ഉണ്ടാക്കിയ ഓഫീസാണ്. നിരവധി പേർക്ക് തടസ്സം നേരിട്ടിട്ടുണ്ട്. മാത്രമല്ല, അതൊരു പ്രൈവറ്റ് ബിൽഡിംഗ് ആണ്. അവിടെ നിരവധി ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. വിവിധ ഉദ്യോഗാർത്ഥികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, വിവിധ ഓഫീസുകൾ. അവർക്കൊക്കെ തടസ്സമായി മാറിയിരിക്കുക. CPMൻ്റെ നിരവധി സമരങ്ങളാണ് അവിടെ നടന്നത്.